എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദിവസം ഒരു സൺഡേയിൽ ഞങ്ങൾ പള്ളിയിൽ പോകാൻ കുടുംബമായി ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇന്ന് നമ്മൾക്ക് കൃപാസനത്തിൽ പോയാൽ എന്താണെന്ന് ചോദിച്ചു. എന്നാൽ നമ്മൾക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മമ്മിയും ഡാഡിയും കൂടി ഇന്ന് ഇന്നടുത്ത് പോവുക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 1:30 മണിയായപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ബ്രദർ അതിമനോഹരമായ ദൈവിക വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം കേട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്നു കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ, ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ എന്നെ ഈ ഉടമ്പടി എടുക്കാൻ അമ്മ അനുവദിക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചു. ഉടമ്പടി എടുത്താൽ പോരാ, എൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീർന്ന എല്ലാവരും ഉടമ്പടി എടുത്ത് കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്മാറുന്നത് പോലെ നീ എന്നെ പിന്മാറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പല പ്രാവശ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായി, നിനക്ക് പറ്റും എന്നൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ ഉടമ്പടി